ടോപ്പ് ഹെഡ്ലൈൻസ്. കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷനിൽ പോരുമുറുകുന്നു. നടപടിക്കെതിരായ ഹർജി പിൻവലിക്കാൻ KS അനിൽകുമാർ. KS അനിൽകുമാർ രജിസ്ട്രാറായി വീണ്ടും ചുമതലയേറ്റതിൽ VCക്ക് അതൃപ്തി. ജോയിന്റ് രജിസ്ട്രാറിൽ നിന്ന് VC റിപ്പോർട്ട് തേടി. ഇന്ന് രാവിലെ 9 മണിക്ക് മുൻപ് വിശദീകരണം നൽകണം. സിൻഡിക്കേറ്റ് തീരുമാനത്തിന് സാധ്യതയില്ലെന്നും VC. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മകൾ നവമിക്ക് തുടർ ചികിത്സ ഇന്നു മുതൽ. നവമിയെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം പരിശോധിക്കും. ശസ്ത്രക്രിയ ഈ ആഴ്ച തന്നെ നടക്കും. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം. നിപ്പ ബാധിച്ച് ചികിത്സയിലുള്ള പാലക്കാട് നാട്ടുകൽ സ്വദേശിയായ യുവതിയുടെ ആരോഗ്യനില അതീവ ഗുരുതരം. രാവിലെ മെഡിക്കൽ ബോർഡ് യോഗം ചേരും. യുവതിയുടെ മകന്റെ പരിശോധനാ ഫലം നെഗറ്റീവ്. നിപ്പ ബാധിച്ച് മരിച്ച മക്കരപ്പറമ്പ് സ്വദേശിയുടെ സമ്പർക്ക പട്ടികയിൽ 241 പേർ. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് ബ്രിക്സ് ഉച്ചകോടി. ഗാസയിലെ ഇസ്രായേൽ ആക്രമണങ്ങളെ അപലപിച്ചു. ഒപ്പം നിന്നവർക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ നേരിടുമെന്ന പ്രഖ്യാപനം. ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നവരെ എതിർക്കാനും ധാരണ. ബ്രിക്സ് ഉച്ചകോടി ഇന്ന് സമാപിക്കും. എഡ്ജ്ബാസ്റ്റണിൽ ക്രിക്കറ്റിൽ ചരിത്ര ജയവുമായി ഇന്ത്യ. എഡ്ജ്ബാസ്റ്റണിൽ ടെസ്റ്റ് ജയിക്കുന്ന ആദ്യ ഏഷ്യൻ ടീമായി ഇന്ത്യ. ഇംഗ്ലണ്ടിനെ 336 റൺസിന് തകർത്തു. ക്യാപ്റ്റൻ കുപ്പായത്തിൽ തിളങ്ങി ശുഭ്മാൻ ഗിൽ.